ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷണൽ ടോക്കാണ് കേട്ടോ. മോട്ടിവേഷണൽ ടോക്കാണെന്ന് വിചാരിച്ചിട്ട് ആരും ഇറങ്ങി പോകരുത് കേട്ടോ. ഈ ചേച്ചിക്ക് വേറെ പണിയുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടിവേഷണൽ വീഡിയോസ് ഒന്ന് രണ്ടാണ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു, ചേച്ചി കുറച്ച് നേരത്തേക്കെങ്കിലും ഞാനൊന്ന് മോട്ടിവേറ്റഡ് ആയി ചേച്ചി, എൻ്റെ ടെൻഷൻ ഒന്ന് കുറഞ്ഞു ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടാവാനായിട്ടുള്ള കാരണം പ്രഗ്നൻ്റ് ആകുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ചുറ്റും നിന്ന് ഒരുപാട് പേര് നമ്മളെ പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. എന്തേ കുട്ടികളാകുന്നില്ല, നിങ്ങൾ വേണ്ടെന്ന് വെച്ചതാണോ, നിനക്കാണോ കംപ്ലയിൻറ്റ്, അവനാണോ കംപ്ലയിൻ്റ് എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടാവും. ഏറ്റവും കൂടുതൽ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് നിങ്ങളെ ആയിരിക്കും. ഹസ്ബൻഡ് കംപ്ലയിൻ്റ് ആണെങ്കിൽ കൂടി തന്നെയും അത് പുറത്ത് പറയാൻ പറ്റാതെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാകും. അപ്പോൾ പഴി മൊത്തം നിങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും. ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് ടെൻഷനും നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഓവുലേഷൻ സമയത്ത് നിങ്ങൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നല്ല എഗ്ഗ് നിങ്ങൾക്ക് ഫോം ആവില്ല. ഇംപ്ലാന്റേഷൻ സമയത്ത് നിങ്ങൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആവില്ല. ഇനി ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ അമിതമായിട്ട് നിങ്ങൾ അറിയാതെ തന്നെ ടെൻഷൻ അടിച്ച് പോയി കഴിഞ്ഞാൽ അതും നിങ്ങളിൽ മിസ്കാരേജിന് കാരണമാകും. ഇത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പ്രാർത്ഥന. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടല്ലേ. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രാർത്ഥനയാണ് ഏറ്റവും നല്ലൊരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും പലതരത്തിലുള്ള മതങ്ങൾ വിശ്വസിക്കുന്നവരാണ്. ഹിന്ദുക്കളുണ്ടാവും, ക്രിസ്ത്യൻസ് ഉണ്ടാവും, മുസ്ലിംസ് ഉണ്ടാവും. എൻ്റെ ചാനൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നവരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മുസ്ലിംസ് ആണ് കേട്ടോ. അവർ ഭയങ്കര ഒരു സപ്പോർട്ടും എനിക്ക് തന്നിട്ടുണ്ട്. അവർ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുമ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. ഹിന്ദുസ് ആണെങ്കിലും അതെ, ക്രിസ്ത്യൻസ് ആണെങ്കിലും അതെ, ആരാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്, ചേച്ചി ദുആ ചെയ്യണം, ചേച്ചി പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളോട് പറയും. നമ്മളും അതെ, ഓക്കെ ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ, അങ്ങനെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ പറയാറുണ്ട്, ചേച്ചി ഇന്നാണ് ഞാൻ പീരിയഡ്സിൻ്റെ ഡേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്, എനിക്ക് മിസ്സാവാൻ പ്രാർത്ഥിക്കണം കേട്ടോ, എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് കമൻറ്റ്സ് ഓരോരുത്തർ ഇടുമ്പോഴേക്കും അതിൻ്റെ താഴെ ഒരു 10-30 കമൻറ്റെങ്കിലും വന്നിട്ടുണ്ടാവും, പ്രാർത്ഥിക്കാം, എൻ്റെ ഡേറ്റ് എന്നതാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഇങ്ങനെ എല്ലാവരും പരസ്പരം പറഞ്ഞ് മുൻപോട്ട് പോകാറുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ശരിക്കും ഭയങ്കര ഒരു ശക്തിയുണ്ട് എന്നല്ലേ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനം പ്രാർത്ഥനയായിട്ട് പലരും തന്നെ കാണാറുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് എങ്ങനെ നമ്മുടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. പ്രാർത്ഥന എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പലതരത്തിലുള്ളൊരു ഫോമിൽ പ്രാർത്ഥിക്കാം. നമ്മൾ നാമം ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലാതെ ഞാനും ദൈവവും മാത്രമായിട്ടുള്ള ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ്, ആ ഒരു പ്രാർത്ഥന നമുക്ക് ഒരുപാട് എഫക്റ്റ് നമുക്ക് തരും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഓവുലേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. ഇംപ്ലാന്റേഷനെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് ലക്ഷണങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. PMS ആണോ ഉണ്ടാവുന്നത്, പീരിയഡ്സ് ആണോ വരാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. അടിവയറിൻ്റെ ഭാഗം കൊളുത്തി പിടിക്കുന്നുണ്ട്, മുഖത്ത് കുരുക്കൾ വരുന്നുണ്ട്, വോമിറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ട്, ഒരുപാട് ടെൻഡൻസീസ് ഉണ്ടാവുന്നുണ്ട്, ബ്രസ്റ്റിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കുകയാണ്. നിങ്ങൾ ടെൻഷൻ അടിക്കുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് എനിക്ക് പീരിയഡ്സ് ആകുമോ. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇനി പീരിയഡ്സ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഹസ്ബൻഡിനോട് ഇത് പറയും. കാരണം ഒരു പുഞ്ചിരി ചിരിച്ചുകൊണ്ടാണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡിൻ്റെ മനസ്സിലും വേദനയുണ്ടെന്ന് നമുക്കറിയാം. അത് രണ്ടാമത്തെ ഫാക്ടർ. മൂന്നാമത്തെ ഫാക്ടർ, പീരിയഡ്സ് ആയി എന്ന് എങ്ങനെ ഇൻലോസിനോട് പറയും, പീരിയഡ്സ് ആയി എന്ന് എങ്ങനെ പാരൻസിനോട് പറയും. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് ആകുലപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇരിക്കുമ്പോഴേക്കും ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്ക് ഓവുലേഷൻ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, പീരിയഡ്സിൻ്റെ ഡേറ്റ് പോലും എടുത്തിട്ടില്ല. പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്നവരല്ലേ നിങ്ങൾ എല്ലാവരും തന്നെ. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഇനി ആ ഒരു ബിസി ഷെഡ്യൂളിൽ പോകുമ്പോഴേക്കും ചിന്തിക്കാൻ ചിലപ്പോൾ അവസരം കിട്ടുന്നത് രാത്രിയായിരിക്കും. ഈ രാത്രി നമുക്ക് അധികം ചിന്തിക്കാനായിട്ടുള്ള സമയവും കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ ജോലി പോലും വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു കുഞ്ഞിനെ കിട്ടുക എന്നുള്ളതാണ് ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് ചിന്തിച്ചിട്ട് ജോലി റിസൈൻ ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് മാത്രം ട്രൈ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ടൈം ഉണ്ടാവും. ഫ്രീ ടൈം കൂടുതൽ ഉണ്ടാവുമെന്നല്ല, എന്നാലും നോർമലി ഇപ്പോൾ ഒരു ഉച്ചക്കത്തെ സമയത്തൊക്കെ നമുക്ക് ഫ്രീ ടൈം ഉണ്ടാകും. എനിക്ക് ഒരു ഉച്ച സമയമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന ഒരു സമയം. എല്ലാവരും ഒന്ന് അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത്, അതായത് മോളുണ്ടായിരുന്നു, മോളെ ഒന്ന് ഉറക്കി ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും എനിക്ക് ഓരോ ചിന്തകൾ വരുന്നത്. ഈവൺ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, ആ സമയത്ത് കമൻസിന് റിപ്ലൈ കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കൂടി തന്നെ ഞാൻ പ്രിയോറിറ്റി കൊടുത്തത് എൻ്റെ ഈ ചിന്തയ്ക്കായിരുന്നു. എൻ്റെ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചാനൽ ഫോളോ ചെയ്തവർക്കൊക്കെ അറിയാം, സെക്കൻഡ് പ്രഗ്നൻസി സമയത്ത് കുഞ്ഞിന് കുറച്ച് കംപ്ലയിൻറ്റ് ഉണ്ടാവുമായിരുന്നു, കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ചിന്തിക്കാനും ആകുലപ്പെടാനും ഒക്കെ എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചിന്തിച്ച് ആകുലപ്പെട്ട് എൻ്റെ മനസ്സിങ്ങനെ ഡൗൺ ആക്കിക്കൊണ്ടിരുന്നു. ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചപ്പോഴേക്കും എനിക്ക് തോന്നി ദൈവത്തോട് പോയി ഡയറക്റ്റ് പറയാം. എൻ്റെ ആഗ്രഹം ഞാൻ ദൈവത്തിൻ്റെ മുൻപിൽ വെച്ചു, കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിച്ചു. ആ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ നല്ലതുപോലെ ഒന്ന് കരയും അല്ലേ. ആ ഒരു റിലാക്സേഷൻ നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ
പിന്നെ നമ്മളൊരു പുതിയൊരു മനുഷ്യനായി. ഒരു കരയുക എന്നുള്ളൊരു പ്രോസസ്സല്ല ഞാൻ അവിടെ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ടെൻഷൻ അനുഭവിക്കുമ്പോൾ, ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ വീട്ടിലിരിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് കുഞ്ഞുണ്ടാകുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒരു ടെൻഷൻ വരുന്ന സമയത്ത് മനസ്സിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ മുഖം നിങ്ങൾ ചിന്തിക്കുക. ആ ദൈവത്തോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ സങ്കടം പറയുക, നിങ്ങളുടെ ബുദ്ധിമുട്ട് പറയുക. കരയാതെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു സുഹൃത്തിനോട് പറയുന്നത് പോലെ, നിങ്ങൾക്ക് ഏറ്റവും ആത്മാർത്ഥതയുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളോട് പറയാൻ കഴിയുന്നത് പോലെ നിങ്ങൾ ദൈവത്തോട് അങ്ങോട്ട് സംസാരിക്കുക. ആ ദൈവത്തിൻ്റെ കയ്യിലൊരു കുഞ്ഞു മാലാഖക്കുട്ടിയെ നിങ്ങൾ സങ്കല്പിക്കുക. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, എനിക്ക് ആ കുഞ്ഞിനെ തരണേ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലോട്ട് ഒരടുത്ത സ്റ്റേജ് എന്നോണം ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടണേ എന്നുള്ളൊരു രീതിക്ക് നിങ്ങൾ സംസാരിക്കുക. ആ ദൈവത്തോട് നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുക. നിങ്ങളുടെ ആകുലതകൾ പറയുക, നിങ്ങളുടെ വ്യാകുലതകൾ പറയുക. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ടാവും കേട്ടോ, ഇല്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ ഒരു രീതിക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളും ദൈവവും മാത്രം. എന്ത് രസമായിരിക്കും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലേ? ഒരുപാട് ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ ആ സമയത്ത് അതെല്ലാം തന്നെ മറക്കും. നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആവും. നിങ്ങൾക്ക് ടെൻഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യം ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഓഫീസിലിരിക്കുമ്പോൾ നിങ്ങളത് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് സമയത്താണോ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്, ചിലപ്പോൾ ഒരു കിച്ചണിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻലോസ് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് ചിലപ്പോൾ കുത്തി നോക്കുന്നുണ്ടാവാം. ആ ഒരു സമയത്തും നിങ്ങൾ കണ്ണടച്ച് ഒന്ന് ഡീപ്പായിട്ട് ബ്രീത്ത് എടുത്ത് വിടുക. ഒരു ദീർഘശ്വാസം നല്ലപോലെ ഒന്ന് ഉള്ളിലോട്ട് വലിച്ച് പുറത്തേക്ക് അങ്ങോട്ട് വിടുക. അപ്പോൾ നമ്മളൊന്ന് റിലാക്സ്ഡായി, നമ്മുടെ മൈൻഡ് ഒന്ന് കൂളായി. അല്ലാതെ അയ്യോ അമ്മ അത് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ മമ്മി അത് പറഞ്ഞല്ലോ, എന്ത് വിചാരിച്ചിട്ടായിരിക്കും അത് പറഞ്ഞത്, അവരെല്ലാവർക്കും ഞാനൊരു ബാധ്യതയായിട്ട് തോന്നുന്നുണ്ടോ, എല്ലാവർക്കും ഒരു ശല്യം ആവുന്നുണ്ടോ, എക്സ്പെൻസ് വരുന്നുണ്ട്, ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നുണ്ട്, എനിക്കാണെങ്കിൽ ജോലിയില്ല, ഹസ്ബൻഡിൻ്റെ കാര്യം കൊണ്ട് മുൻപോട്ട് പോകണം, ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മറക്കുക. ഈ ഒരു സിറ്റുവേഷനിലൂടെ കൂടി പോകുന്ന ഒരുപാട് പേരുണ്ട്. അടുത്ത മാസം ഇനി എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നവരുണ്ട്. എങ്ങനെ ഒരാളെ ഫേസ് ചെയ്യും എന്നാലോചിച്ച് വിഷമിച്ചിരിക്കുന്നവരുണ്ട്. ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് പോയിട്ട് നെഗറ്റീവ് റിസൾട്ടോടുകൂടി തിരിച്ചു വന്ന് നാട്ടിൽ എങ്ങനെ എത്തണം എന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതെല്ലാവരും അതൊന്ന് ചിന്തിക്കുക. ചോദിക്കുന്നവർ ചോദിച്ചു, അവർ ചോദിച്ചോട്ടെ, അവർ ചോദിച്ചിട്ട് അങ്ങോട്ട് പോയി. നിങ്ങളുടെ അച്ഛനും അമ്മയും ആണെങ്കിൽ കൂടി തന്നെയും അവർ ചോദിച്ചു, അവരങ്ങോട്ട് പോയി. അവർക്ക് അത്രേ പറ്റുള്ളൂ. അവർ ചോദിക്കാനുള്ളത് ചോദിച്ചു, അത് കഴിഞ്ഞു. അത് നിങ്ങളുടെ മനസ്സിൽ നിന്നും കൂടി നിങ്ങൾ അങ്ങോട്ട് കളയുക. നിങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കുക. ഒരുപാട് സ്നേഹത്തിൽ നിങ്ങൾ നിൽക്കുക. ഇപ്പോൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇല്ലേ? എനിക്കറിയാം എന്തോരം ആൾക്കാരാണെന്നറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കോൺടാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നോക്കുമ്പോൾ എനിക്ക് സ്ട്രൈക്ക് ഔട്ട് ചെയ്യുന്ന 2 പേരുകളുണ്ടായിരുന്നു. ഒന്ന് ഗ്രീഷ്മ, അതുപോലെ തന്നെ രാകേഷ് ശിവ എന്നുള്ളൊരു പ്രൊഫൈൽ. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് കോൺടാക്ട് ചെയ്യുന്നു, ചേച്ചിന്ന് വിളിച്ച കാര്യങ്ങൾ അന്വേഷിക്കുന്നു, വിശേഷം പറയുന്നു. കോൺടാക്ട് നമ്പർ നിങ്ങൾ ഷെയർ ചെയ്യരുത് കേട്ടോ, എല്ലാവരോടും കൂടി ഞാൻ പറയുകയാണ്. കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്യരുത്. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കൊടുത്താൽ നിങ്ങൾ കോൺടാക്ട് നമ്പർ കൊടുക്കരുത്. കാരണം ഒരുപാട് ഞരമ്പ് രോഗികൾ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി സ്ത്രീകളുടെ ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും ഞരമ്പന്മാരുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രശ്നവും ബുദ്ധിമുട്ടും ഉണ്ടാകും. ഫോൺ നമ്പർ ഒരിക്കലും ഷെയർ ചെയ്യരുത്. അങ്ങനെ പരസ്പരം പറഞ്ഞ് സംസാരിക്കുകയും കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാടൊന്ന് റിലീഫ് കിട്ടും. നിങ്ങൾക്ക് ഒരു ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കോൺടാക്ട് തരുന്നത് ഒരുപാട് റിലാക്സേഷൻ ആയിരിക്കും. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനകളൊക്കെ ഷെയർ ചെയ്തിട്ട് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എപ്പോഴൊക്കെ ടെൻഷൻ ഉണ്ടാകുന്നു ആ ഒരു വേളകളിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് സംസാരിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കുഞ്ഞിനെ കിട്ടും എന്ന് നിങ്ങൾ അടിയുറച്ച് അങ്ങോട്ട് വിശ്വസിക്കുക. അടിയുറച്ചെന്ന് പറഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നുള്ള രീതിക്ക് നിങ്ങൾ മുൻപോട്ട് പോവുക. എനിക്ക് കുഞ്ഞിനെ കിട്ടും, അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. എനിക്ക് പീരിയഡ്സ് വരുമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട. എനിക്ക് നെഗറ്റീവ് ആകുമോ, എനിക്ക് മിസ്കാരേജ് ആവുമോ, ഇതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ചിലവർ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കാറുണ്ട്, ചേച്ചി ആദ്യത്തെ എക്ടോപിക് പ്രഗ്നൻസി ആയി, രണ്ടാമത്തെയോ അങ്ങനെ ആകുമോ? ചിന്തിക്കരുത്. അങ്ങനെ ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്, ആകാതെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. എക്ടോപിക് പ്രഗ്നൻസി ആദ്യം ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആകുമോ എന്നുള്ളൊരു തോട്ട് പോലും നിങ്ങളിൽ വരാൻ പാടില്ല. അങ്ങനൊരു തോട്ട് നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് പോവുമോ, പിന്നെ ഞാൻ എന്ത് ചെയ്യും, എന്തെല്ലാം സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്യേണ്ടി വരും, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇങ്ങനെ സൈഡ് ബൈ സൈഡായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. ചിന്തിക്കരുത്. അങ്ങനെ ആവില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുക. ആദ്യത്തെ എനിക്ക് എക്സിജി ഉണ്ടായില്ല, ആദ്യത്തെ എനിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടായില്ല, ആദ്യത്തെ എനിക്ക് ഗ്രോത്ത് ഉണ്ടായില്ല, രണ്ടാമതും അങ്ങനെ ഉണ്ടാവുമോ? ഒരിക്കലുമില്ല.
ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക. അടിയുറച്ച് നിങ്ങൾ വിശ്വസിക്കുക. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങൾ മുറുക്കി പിടിക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.